أعوذ بالله من الشيطان الرجيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. വഅദ്ദിൻ ഫിന്നാസ്, നീ ജനങ്ങൾക്കിടയിൽ വിളംബരം ചെയ്യുക, ബിൽ ഹജ്ജ്, ഹജ്ജിന് വേണ്ടി, യഅ്തൂക റിജാലൻ, അവർ നിന്റെ അടുത്ത് എത്തിച്ചേരും നടന്നും കൊണ്ട്, അലാ കുല്ലി ളാമിർ, മെലിഞ്ഞ ഒട്ടകങ്ങളിൽ സഞ്ചരിച്ചും, യഅ്തീന മിൻ കുല്ലി ഫജ്ജ്, അവർ എല്ലാ വഴികളിലൂടെയും എത്തിച്ചേരും, അമീഖ്, വിദൂരമായ. ആയത്തിൻ്റെ ആശയം, നാം അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണ്. ജനങ്ങൾക്കിടയിൽ നീ ഹജ്ജിനെ പറ്റി വിളംബരം ചെയ്യുക, നടന്നുകൊണ്ടും വിദൂരമായ സകല മലമ്പാതകളിലൂടെയും വരുന്ന എല്ലാവിധ മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയും അവർ നിന്റെ അടുത്ത് വന്നുകൊള്ളും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിന് വിളംബരം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്, എൻ്റെ ശബ്ദം എവിടെ എത്തുവാനാണ്? അതിന് മറുപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വിളിച്ച് പ്രഖ്യാപിച്ചു കൊള്ളുക, വിളി എത്തിക്കുന്നത് എൻ്റെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കൽപ്പന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രഖ്യാപനം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവരെല്ലാം ഈ ക്ഷണത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ഹജ്ജ് നിർവഹിക്കുവാനായി അന്നു മുതൽ ഇന്നോളം പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ആയത്തിൽ ലോമിർ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ക്ഷീണിച്ച് മെലിഞ്ഞ ഒട്ടകങ്ങൾക്കാണ് ലോമിർ എന്ന് പറയുന്നത്. വിദൂര ദിക്കുകളിൽ നിന്നും ദുർഘടങ്ങളായ വഴികളൊക്കെ താണ്ടി വരുന്ന യാത്രക്കാരുടെ ഒരു ചിത്രം ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഴിയിൽ ഒട്ടകങ്ങൾക്ക് ആവശ്യമായ പുല്ലും വെള്ളവും ഒന്നും ലഭിക്കാതെ അവ ക്ഷീണിച്ചു പോയിരിക്കുന്നു. അന്ന് തൊട്ട് ഒരുപക്ഷെ മോട്ടോർ വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് വരെ ആളുകൾ ഒട്ടകപ്പുറത്തും അതുപോലെ കപ്പലുകൾ, നമ്മുടെ നാട്ടിൽ നിന്നും കപ്പലുകളിലാണ് ഹജ്ജിന് പോയിരുന്നത്. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അവർ യാത്ര പുറപ്പെടുന്നു. ഹജ്ജ് കഴിഞ്ഞ് എത്രയോ മാസം കഴിയുമ്പോൾ അവർ തിരിച്ചെത്തുന്നു. അതുപോലെ തന്നെ വിദൂരമായ നാടുകളിൽ നിന്നും മലകളൊക്കെ താണ്ടിക്കൊണ്ട് വളരെ ദുർഘടമായ വഴികളിലൂടെ ആളുകൾ സഞ്ചരിച്ചുകൊണ്ട് ഹജ്ജിന് വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടം ഒരുപക്ഷെ മനുഷ്യ ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ ഹജ്ജിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സൗകര്യപ്രദമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ കുറച്ച് മണിക്കൂറുകൾ യാത്ര ചെയ്താൽ നമുക്കവിടെ എത്തിച്ചേരാൻ പറ്റും. വളരെ സുഖകരമായിട്ടുള്ള യാത്ര. ഇങ്ങനെയുള്ളൊരു കാലഘട്ടം ചരിത്രത്തിൽ എവിടെയും കഴിഞ്ഞു പോയിട്ടില്ല. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം.